റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന ശ്രമങ്ങളെയെല്ലാം വെല്ലുവിളിച്ച യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ഒടുവിൽ കീഴടങ്ങുകയാണ്. യുക്രൈന്റെ ധാതു വിഭവങ്ങൾ കൈമാറണമെന്ന ട്രംപിന്റെ ആവശ്യത്തിന് മുന്നിലും സെലൻസ്കി അവസാനം ഗതികെട്ട് വഴങ്ങിയെന്ന് പറയാം. ഇത് സംബന്ധിച്ച് കരാറിൽ ഒപ്പുവെക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ യുക്രൈൻ പ്രസിഡന്റ്. 3 വർഷമായി നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിന് അറുതി വരുത്തിയതായി അമേരിക്ക മുന്നോട്ട് വെച്ച എല്ലാ നിർദ്ദേശങ്ങളും ഒടുവിൽ അംഗീകരിക്കാൻ യുക്രൈൻ നിർബന്ധിതരായിരിക്കുകയാണെന്നും പറയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ധാതുവിഭവങ്ങൾ കൈമാറണമെന്ന അമേരിക്കയുടെ ആവശ്യത്തെ തള്ളിക്കളയുകയായിരുന്നു സെലൻസ്കി ചെയ്തത്. തന്റെ രാജ്യത്തെ വിൽക്കാൻ കഴിയില്ലെന്നും അതിനെ സംരക്ഷിക്കണമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം തന്നെ ഇന്നലെ സെലൻസ്കി വെളിപ്പെടുത്തിയത് യുക്രൈനും അമേരിക്കയും തമ്മിൽ സാമ്പത്തിക കരാറിൽ ഒപ്പുവെക്കുകയാണെന്നും ഇക്കാര്യം യുക്രൈന് ഏറെ ഗുണകരമാകും എന്ന തരത്തിലായിരുന്നു. യുക്രൈനുമായുള്ള കരാറിൽ ഉടൻ തന്നെ ഒപ്പുവെക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്നലെ വൈറ്റ് ഹൗസിൽ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിരുന്നു. കരാറിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമായി എന്നും മണിക്കൂറുകൾക്കകം ഒപ്പുവെക്കപ്പെടുമെന്നുമാണ് വാഷിംഗ്ടൺ പോസ്റ്റ് പ്രധാനമായും റിപ്പോർട്ട് ചെയ്യുന്നത്. യുക്രൈന് അമേരിക്ക നൽകുന്ന എല്ലാ സാമ്പത്തിക സഹായങ്ങളും ഒറ്റയടിക്ക് പിൻവലിക്കുമെന്ന ട്രംപിന്റെ ഭീഷണിയാണ് യഥാർത്ഥത്തിൽ സെലൻസ്കിയുടെ പെട്ടെന്നുള്ള മാറ്റത്തിന് കാരണമെന്നതാണ് പാശ്ചാത്യ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും മാർക്കോ റൂബിയോ, ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്കൽ വാട്സ് എന്നിവരുൾപ്പെടെയുള്ള മുഴുവൻ അമേരിക്കൻ ചർച്ചാ സംഘവുമായും സെലൻസ്കി ഇക്കാര്യം ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. സ്കോട്ട് ബെസന്റുമായുള്ള ചർച്ച സെലൻസ്കി വൈകിപ്പിച്ചത് ശരിക്കും ട്രംപിന് ഇഷ്ടപ്പെട്ടിരുന്നില്ല. മാത്രമല്ല, മ്യൂണിക്കിൽ JD വാൻസുമായും മാർക്കോ റൂബിയോയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും സെലൻസ്കി വ്യക്തമാക്കിയിരുന്നത് തനിക്ക് തനിയെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നതാണ്. കൂടാതെ ഈ മാസം 15-ന് സെലൻസ്കി അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ തള്ളിക്കളയുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ച ട്രംപ് സെലൻസ്കിയെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് നടത്താത്ത ഏകാധിപതി എന്നായിരുന്നു കുറ്റപ്പെടുത്തിയിരുന്നത്. അതേസമയം തന്നെ യുദ്ധത്തിന്റെ 3-ാം വാർഷികമായി തിങ്കളാഴ്ച വിജയപ്രഖ്യാപനം നടത്താൻ ഒരുങ്ങുകയാണ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ. ഇപ്പോൾ യുക്രൈനുമേൽ മാത്രമല്ല, മറിച്ച് നാറ്റോയുടെ മേലും വിജയം നേടിയതായിട്ടാണ് റഷ്യ കൂടുതലും കണക്കാക്കുന്നത്. കഴിഞ്ഞ ദിവസം ട്രംപിന്റെ വിശ്വസ്തനായ എലോൺ മസ്കും സെലൻസ്കിയെ രൂക്ഷമായ രീതിയിലായിരുന്നു വിമർശിച്ചിരുന്നത്. അടുത്തയാഴ്ച ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമറും ട്രംപുമായി വൈറ്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്താനിരിക്കുകയാണ്.